ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിച്ചോട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് തറവാട്ടിലെ നോമ്പുതുറ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. കുഞ്ഞൊരു വ്ളോഗാണ്. അപ്പോൾ ഞാൻ ചെല്ലുന്ന സമയത്ത് ഒരു 10-11 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും തന്നെ ഇവിടെ പത്തിരിപ്പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബിരിയാണിക്കുള്ള ബീഫ് അടുപ്പത്ത് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ പത്തിരി പരത്തലും ചുടലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാലയാട്ടോ. അതിലൊരു ഇത്തിരി ഭാഗത്തൊക്കെ ഉള്ളൂ ബീഫ്, എന്നാലും വേണ്ടില്ല, പോട്ടെ. പിന്നെ ഇത് പത്തിരി ചുടുകയാണ്. പത്തിരിയും നമ്മൾ പത്തിരി അടുപ്പത്ത് തന്നെ കേട്ടോ ചുട്ടിട്ടുണ്ടായിരുന്നു. സമൂസയ്ക്കുള്ളത് റെഡിയാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കട്ട്ലറ്റ് ഇത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കട്ട്ലറ്റ് ഇത് പിന്നെ കപ്പ വെച്ചിട്ടുള്ള കട്ട്ലറ്റ് ആട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് കപ്പ കുറച്ച് കൂടുതലെടുക്കും. കപ്പ വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അങ്ങനെ തോന്നാണ് ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഒരു മണി 1:30-2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ടോ. കുറച്ച് സമയം എല്ലാവരും റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെയാണ് ഈ ചോറിൻ്റെ പരിപാടി പിന്നെ നോക്കുന്നത്. മേമയും താത്തൻ്റെ ഹസ്ബൻഡും കൂടി ആട്ടോ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നത്. ആ വെയിലത്ത് പാവം തോന്നിയിരുന്നു, ഭയങ്കര വെയിലും അല്ലേ ഇപ്പം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഓലയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങളാണിത്. ഉന്നക്കായ ഉണ്ടാക്കി. ഉന്നക്കായ കുറച്ച് ചെറുതായി പോയി, എന്നാലും കുഴപ്പമില്ല, കിടക്കട്ടെ. പിന്നെ അതാ ഒരു 3:30 ആയപ്പോഴത്തേക്കും സമൂസ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കട്ട്ലറ്റും പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ രാവിലെ തന്നെ കുറേ പരിപാടികളൊക്കെ കഴിച്ചുകൊണ്ട് ഒരു ഈവനിങ് ആയപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും ഫ്രൂട്ട്സിൻ്റെ അടുത്തേക്ക് പോയി ഫ്രൂട്ട് സാലഡും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തണുപ്പ് ഒരു രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. പഴവും അതുപോലെ തന്നെ മാങ്ങയും എല്ലാം. പിന്നെ കസ്റ്റാർഡ് മിൽക്ക് നമ്മളിത് അവിടെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ഏതായാലും ഫ്രൂട്ട് സാലഡ് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി അതിലേക്കുള്ള ഐസ്ക്രീം വൈകുന്നേരം മേമൻ്റെ മോള് വരുന്നുണ്ട്, അപ്പോൾ അവളോട് പറഞ്ഞിട്ട് കൊണ്ടുവരണം എന്നുള്ളത്. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. എല്ലാവരും ഫ്രൂട്ട്സിൻ്റെ പരിപാടിയും അതുപോലെ തന്നെ ജ്യൂസിൻ്റെ പരിപാടിയും ഒക്കെയാണ്. വത്തക്ക നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ കുറച്ച് പീസായിട്ട് ഇങ്ങനെ എടുത്തിട്ട് വെള്ളമാക്കിയിട്ട് എടുത്താണ്. പിന്നെ ഫ്രൂട്ട്സ് അതിൻ്റെ ഇടയിൽ കൂടെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു വക എല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ നടക്കുകയാണ്. എനിക്ക് കൈക്ക് വലിയ പറ്റാത്തതുകൊണ്ട് പിന്നെ വലിയ ഭാരമുള്ള പണികളൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ടില്ല. പിന്നെ കുട്ടികളൊക്കെ ആയാലും എൻ്റെ ഒരു സ്റ്റെത്ത് ഉണ്ടായിരുന്നു അവിടെ BP നോക്കുന്നതിൻ്റെ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് മക്കളിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മേമ ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയാട്ടോ. എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഇവിടെ വരുന്ന ആളാണ്. അങ്ങനെ വന്ന് പിന്നെ ലൈറ്റും ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മേമൻ്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ കസിൻസാട്ടോ, എല്ലാവരും തന്നെയുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ താത്ത. ഒക്കെ ഭയങ്കര കളിയാക്കലാണ് എന്നെ എപ്പോഴും. യൂട്യൂബിൽ നിന്ന് ഒരിക്കലും എനിക്ക് പൈസ കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് മാറ്റി തിരുത്തി കൊടുക്കണം ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും എന്നെ കളിയാക്കും, പക്ഷെ അത്ര പാവമായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും എൻ്റെ ചേച്ചി ആയതുകൊണ്ട് പറയല്ല, എന്താ ഇത്രയും ഒരു പാവമായിട്ടുള്ള മനുഷ്യരുണ്ടാവുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരാളാണ്. ഇൻഷാ അല്ലാഹ് അവൾക്ക് എന്തായാലും നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം ക്യാഷൊക്കെ കിട്ടിയിട്ട്. പിന്നെ ഇത് നമ്മളൊരു ഇൻസ്റ്റയിലൊരു പിന്നെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൊണ്ട് കൈ ഇങ്ങനെ ആക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. മേമയും മക്കളും അമ്മച്ചിയും ഒക്കെയാണ്. മക്കളും എല്ലാവരും തന്നെയുണ്ട്. പിന്നെ ഇവരൊക്കെ കൂടി അടിച്ചു പൊളിക്കാൻ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും രസമാണല്ലോ. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും നമ്മളെല്ലാം ഏകദേശം ഓൾമോസ്റ്റ് പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒരു 4-5 മണി ആയപ്പോഴത്തേക്കും എല്ലാവരും തന്നെ ഫ്രീ ആയി. അപ്പോൾ അടുത്തുള്ള താത്തകളൊക്കെ വരുന്നുണ്ട്. പിന്നെ പൈനാപ്പിളിൻ്റെ ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല, വെള്ളാക്കിയിട്ട് എടുത്തതായിരുന്നു. അതിൽ നാരങ്ങ ഇടാന്നൊക്കെ കുറേ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, നാരങ്ങ വേണ്ട, പൈനാപ്പിൾ മാത്രം മതിയെന്ന് ഞാൻ തന്നെ പറഞ്ഞു. പിന്നെ വത്തക്കൻ്റെ ജ്യൂസും എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ഓരോന്നും ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ട്ലറ്റും അതുപോലെ തന്നെ സമൂസയും പിന്നെ ഉന്നക്കായും അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. എല്ലാവരും കൂടി ആകുമ്പോൾ ഭയങ്കര രസമല്ലേ. അങ്ങനെ എല്ലാവരും കൂടി ഞാനൊരു ഷോ ഇറക്കിയതാണ്, കൈയൊക്കെ അങ്ങനെ വെച്ചിട്ട് എല്ലാവരും കൂടി രസമായിട്ട് ആ റീൽസിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ എൻ്റെ താത്ത അവളൊക്കെ ഒരുങ്ങിയൊക്കെ സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട് സാലഡിലേക്ക് ഐസ്ക്രീം നമ്മൾ ലാസ്റ്റ് സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഒരു 6:30 കഴിഞ്ഞേ പിന്നെ കേട്ടോ ഇത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇച്ചിരി വെള്ളമൊക്കെ ആയിപ്പോയി, എന്നാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ കിടക്കട്ടെ. നമ്മളല്ലേ ഉള്ളൂ, വലിയ ആർഭാടമൊന്നും അല്ലല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ കൊലായിൽ കുറച്ച് പേർക്ക് ആണുങ്ങൾക്കൊക്കെ അവിടെയൊക്കെ സെറ്റ് ചെയ്തു, ഉള്ളിൽ പെണ്ണുങ്ങൾക്കൊക്കെ സെറ്റ് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കേട്ടോ ബിരിയാണിയൊക്കെ കഴിച്ചത്. ബിരിയാണിയും പത്തിരിയും ഉണ്ടായിരുന്നു. പത്തിരിക്ക് കുറുമയായിരുന്നു, വൈറ്റ് കുറുമയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് ഇവളിങ്ങനെ ഇതൊക്കെ എന്താ പറയുക നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ഇടുന്നതെന്ന് വിചാരിച്ച്. ചുമ്മാ ഒരു സന്തോഷമാണ്. ഇതിൽ നിങ്ങൾക്ക് വലിയ ബെനിഫിറ്റൊന്നുമില്ല. ലാസ്റ്റ് നമ്മളൊരു ഫോട്ടോയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.